Hi dears, Cmtc002 preschool educationന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5th യൂണിറ്റിലെ 4th പാർട്ടാണ് ലേണിംഗ് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ. അപ്പോൾ ലേണിംഗ് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എഡ്യൂക്കേഷൻ അതിലുള്ള മെത്തേഡ്സ് ലേണിംഗ് സ്റ്റൈൽസ് അതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല, പകരം അതിന്റെ എൻജിനാണ് റിസൾട്ടിനാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നോക്കാം ലേണിംഗ് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്താണെന്നുള്ളത്. With the contrary to the fact that most teachers put the center of their attention too much on what they teach rather than on what their students learn, or be emphasis on what is expected from the students to finally achieve when they complete their course rather than how they achieved it. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പൊതുവെ ടീച്ചേഴ്സ് ഒക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്തിനാണ്, എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് കുട്ടികൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് ക്ലാസ് റൂം എഫക്റ്റീവ് ആയിട്ട് കൊണ്ടുപോകേണ്ടത്, ഇങ്ങനെ 100 കാര്യങ്ങളായിരിക്കും നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുക. അപ്പോൾ 2 ദിവസം മുമ്പ് തന്നെ കൃത്യമായിട്ടുള്ള ലേണിംഗ് മെറ്റീരിയൽസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നു, ക്ലാസ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു, കുട്ടികളെ എങ്ങനെ ഗ്രൂപ്പ് ആക്കണം എന്നൊക്കെ ആലോചിക്കുന്നു. അങ്ങനെ കംപ്ലീറ്റ്ലി പ്ലാനിങ് ആയിരിക്കും അല്ലേ. പക്ഷേ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ ഫോക്കസ് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടികൾ എന്താണ് ലേൺ ചെയ്യുന്നത്, അവർക്ക് എന്താണ് കിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റുഡൻസിൽ നിന്ന് ഫൈനലി എന്ത് കാര്യങ്ങളാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെ സ്കില്ലുകളാണ് കുട്ടികൾ നേടുന്നത്, എന്തൊക്കെ നോളജ് ആണ് കുട്ടികൾക്ക് കിട്ടുന്നത്, എന്തൊക്കെ കഴിവുകളാണ് അവർ അച്ചീവ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ ഫോക്കസ് ചെയ്യുന്നത്. നോക്കാം. Outcome based education is defined as an approach to education in which decisions about the curriculum are driven by the outcomes that students should display by the end of the course, professional knowledge, skill, abilities, value, and attitudes, rather than on the educational process. അപ്പോൾ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതൊരു അപ്രോച്ചാണ്, എഡ്യൂക്കേഷനോടുള്ള ഒരു അപ്രോച്ചാണ്. ഇതില് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കരിക്കുലം ട്രാൻസാക്ട് ചെയ്യുന്നു. അപ്പൊ അതിലൂടെ ആ ഒരു കോഴ്സിന് ശേഷം, കോഴ്സിന്റെ അവസാനത്തില് കുട്ടികൾ ചെയ്യുന്ന ആ ഒരു കോഴ്സിന്റെ എൻഡില് അവരെന്തൊക്കെ പ്രൊഫഷണൽ നോളജ് കിട്ടി, എന്തൊക്കെ സ്കിൽ അവർ നേടിയെടുത്തു, എന്തൊക്കെ എബിലിറ്റീസ് അവർക്കുണ്ട്, എന്തൊക്കെ വാല്യൂസും ആറ്റിറ്റ്യൂഡുമാണ് അവർ അച്ചീവ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ്. ഇവിടെ എഡ്യൂക്കേഷണൽ പ്രോസസ്സിന് യാതൊരു പ്രസക്തിയും ഇല്ല എന്നുള്ളതാണ്. It highlights the fact that you have to know the final destination of your journey before you start voyaging. Outcome-based education is a student-centric teaching and learning methodology in which the course delivery assessment is planned to achieve stated objectives and outcomes. It focuses on measuring student performance, that is, outcomes at different levels. അപ്പൊ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ കൂടുതലും ഹൈലൈറ്റ് ചെയ്യുന്നത് ആ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ ആണ് ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ ആ ഒരു എഡ്യൂക്കേഷനിലൂടെയുള്ള ആ ഒരു യാത്ര മുന്നോട്ട് കൊണ്ടുപോകുമ്പം അതിന്റെ സ്റ്റാർട്ടിങ്, ആ ഒരു പ്രോസസ്സ്, അതിനൊന്നും വലിയ പ്രാധാന്യം ഇല്ല. അതിന്റെ എൻഡ്, ഫൈനൽ ഡെസ്റ്റിനേഷനിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇതൊരു സ്റ്റുഡന്റ് സെൻട്രിക് ടീച്ചിങ് ലേണിംഗ് മെത്തഡോളജിയാണ്. ഇതിലെന്താണ് കോഴ്സ്, അതുപോലെ അസസ്മെന്റ്, അതുപോലെ അത് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അതൊക്കെ ഔട്ട്കം ആയിട്ട് കിട്ടിയോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ കുട്ടികളുടെ പെർഫോമൻസ് ആണ് മെഷർ ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഡിഫറെന്റ് ലെവൽസിലുള്ള ആ ഒരു റിസൾട്ട്, അതായത് നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, അതായത് സ്കില്ലുകള്, നോളജുകള്, എബിലിറ്റീസ്, വാല്യൂ, ആറ്റിറ്റ്യൂഡ്, ഈ കാര്യങ്ങളൊക്കെ അവർ എത്രത്തോളം അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ അസസ് ചെയ്യുന്നതും മെഷർ ചെയ്യുന്നതും. ക്ലിയർ? ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒറിജിൻ ഓഫ് OBE ആണ്. ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷന്റെ ഒറിജിൻ എന്ന് പറയുന്നത് 1989 സിക്സ് ഫൗണ്ടേഷൻ സിഗ്നേച്ചറി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഓസ്ട്രേലിയയും കാനഡയും അയർലൻഡും ന്യൂസിലാൻഡും അതുപോലെ UK-യും USA-യും കൂടെ എന്ത് ചെയ്തു, ഒരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്തു.
അപ്പം ഈ 6 നാഷൻ അതാണ് 6 ഫൗണ്ടേഷൻ സിഗ്നേറ്ററി എന്ന് പറയുന്നത്. ഈ 6 നാഷൻസ് ആണ് ഒപ്പുവെച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഓസ്ട്രേലിയ, കാനഡ, അയർലൻഡ്, ന്യൂസിലാൻഡ്, അതുപോലെ UK ആൻഡ് USA. അപ്പൊ ഈ 6 നാഷൻസ് ആണ് പ്രത്യേകമായിട്ടുള്ള ഒരു പ്രോസസ്സും പോളിസിയും ക്രൈറ്റീരിയ ഒക്കെ വെച്ചുകൊണ്ട് എന്താണ് ഈ യൂണിവേഴ്സിറ്റികൾക്കൊക്കെ അക്രഡിറ്റേഷൻ ഒക്കെ കൊടുക്കുമല്ലോ. അതായത് ഈ അക്രഡിറ്റേഷൻ കൊടുക്കുക, യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാൻഡേർഡും അതിന്റെ ക്വാളിറ്റിയും ഒക്കെ ഇങ്ങനെ പരിശോധിച്ചിട്ട് അക്രഡിറ്റേഷൻ കൊടുക്കും. അപ്പോൾ അത് എന്താണ് ഇക്വലന്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് ഈ രജിസ്റ്ററിംഗ് ബോഡി ഉണ്ടല്ലോ, ഈ ഡിഫറെന്റ് ആയിട്ടുള്ള അവർക്ക് എന്ത് ചെയ്യുക, ഈ സെയിം റൈറ്റും സെയിം പ്രിവിലേജസും ഒക്കെ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിനൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് അവരുടേതായിട്ടുള്ള അക്രഡിറ്റഡ് പ്രോഗ്രാംസ് ഒക്കെ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഈ 6 നാഷൻസ് എന്ത് ചെയ്തു, ഒരു 6 ഫൗണ്ടേഷൻ സിഗ്നേച്ചറി ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അതിലാണ് ഈ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷനെ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് വന്നിട്ടുള്ളത്. അതായത് കുട്ടികളുടെ ആ ഒരു എഡ്യൂക്കേഷൻ പ്രോസസ്, ലേണിംഗ് പ്രോസസ്, മെത്തഡോളജി അതിനേക്കാൾ കൂടുതൽ കുട്ടികൾ എന്തൊക്കെ അച്ചീവ് ചെയ്തു എന്നുള്ള കാര്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളതാണ് കേട്ടോ. അത് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ. അപ്പൊ ഇവിടെ 6 ഫൗണ്ടേഷൻ സിഗ്നേച്ചറിയുടെ ഇയർ ഒക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ 1989 ആണ് കേട്ടോ. അതുപോലെ തന്നെ അതിൽ ഉള്ള 6 രാജ്യങ്ങൾ ഏതാണെന്ന് ഒന്ന് നോട്ട് ചെയ്തോ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് ദി ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോഴ്സ് ആണ്. Course is defined as a theory, practical or theory cum practical subject studied in a semester. For example, engineering, mathematics. അപ്പോൾ ഒരു കോഴ്സ് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷന്റെ ഒരു ആസ്പെക്ട് ആണ് ഒരു കോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് അതിൽ തിയറിയും പ്രാക്ടിക്കലും ഒരുമിച്ചും ഒക്കെ ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരിക്കും പഠിക്കുക. അതായത് ഒരു സെമസ്റ്ററിൽ പഠിക്കുന്ന കാര്യമാണ്. ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ള എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ആണ്. അപ്പൊ ഒരു സെമസ്റ്ററിൽ നമ്മൾ തിയറിയും പ്രാക്ടിക്കലും ഒക്കെ പഠിക്കുകയാണ് അല്ലെ. അതാണ് ഒരു കോഴ്സ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ആ ഒരു കോഴ്സിന്റെ ഔട്ട്കം, CO, കോഴ്സ് ഔട്ട്കം. അപ്പൊ കോഴ്സ് ഔട്ട്കം എന്ന് പറഞ്ഞാൽ എന്താണ്? Course outcomes are statements that describe significant and essential learning that learners have achieved and can reliably demonstrate at the end of a course. Generally, 3 or more course outcomes may be specified for each course based on its weightage. അപ്പൊ കോഴ്സ് ഔട്ട്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു ലേണർ ആ ഒരു കോഴ്സിൻ കഴിയുമ്പോഴത്തേക്ക്, ആ കോഴ്സിന്റെ അവസാനം ആകുമ്പോഴത്തേക്ക്, ഒരു അവസാന ഘട്ടത്തില് ആ ഒരു എൻഡില് എന്തൊക്കെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും, അതായത് അയാൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും എനിക്ക് ഇന്ന സ്കില്ലുകൾ ഉണ്ട്, ഇന്ന കഴിവുകളൊക്കെ ഉണ്ട് എന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ പറ്റുന്ന അത്രയും പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കഴിവുകളാണ് കോഴ്സ് ഔട്ട്കം എന്ന് പറയുന്നത്. അതായത് നമ്മൾ പഠിച്ചിട്ടുള്ള ആ ഒരു കോഴ്സിലൂടെ നമുക്ക് കിട്ടുന്ന ആ ഒരു ക്വാളിഫിക്കേഷൻസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദെൻ തേർഡ് വൺ നോക്കുക, പ്രോഗ്രാം is defined as the specialization or discipline of a degree. It is the interconnected arrangement of courses, co-curricular and extracurricular activities to accomplish predetermined objectives leading to the awarding of a degree. For example, BE, Marine Engineering. പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഡിഗ്രിയിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നതാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതായത് ആ ഒരു കോഴ്സ് റിലേറ്റഡ് ആയിട്ട് ഇന്റർകണക്ട് ചെയ്തിട്ട് കാര്യങ്ങളെ പഠിക്കുക, കോ കരിക്കുലർ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ തന്നെ അക്കംപ്ലീഷ് ചെയ്തുകൊണ്ട് ആ ഒരു ഒബ്ജക്റ്റീവിലോട്ട് കംപ്ലീറ്റ്ലി എല്ലാ ഒബ്ജക്റ്റീവും അച്ചീവ് ചെയ്തുകൊണ്ട് ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. അതായത് എഞ്ചിനീയറിംഗ് ടെക്നോളജി അല്ലെങ്കിൽ മറൈൻ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയുന്നത് ആ ഒരു പെർട്ടിക്കുലർ ഡിസിപ്ലിനിൽ ഇൻഡെപ്ത് ആയിട്ട് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ദെൻ ഫോർത്ത് വൺ എന്ന് പറയുന്നത് പ്രോഗ്രാം ഔട്ട്കംസ്, POs.
Program outcomes are narrower statements that describe what students are expected to be able to do by the time of graduation. POs are expected to be aligned closely with graduate attributes. അപ്പൊ പ്രോഗ്രാം ഔട്ട്കം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. പ്രോഗ്രാം ഔട്ട്കം എന്ന് പറഞ്ഞാൽ ഭയങ്കര നാരോവർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ശരിക്കും. അതായത് ആ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ആ ഗ്രാജുവേഷന്റെ സമയത്ത് അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ എലിജിബിലിറ്റീസ് ഉണ്ട്, എന്തൊക്കെ സ്കില്ലുകൾ ഉണ്ട്, എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ട്, കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന, ആ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തൊക്കെ സ്കില്ലുകൾ ഉണ്ട് എന്നുള്ളത്. ദെൻ fifth one, program educational objectives. The program educational objectives of a program are the statements that describe the expected achievements of graduates in their career, and also in particular what the graduates are expected to perform and achieve during the first few years after graduation. അപ്പൊ പ്രോഗ്രാം ഔട്ട്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന, ആ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ആ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ അച്ചീവ്മെന്റ്സ് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ പ്രോഗ്രാം എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് വരുമ്പോൾ, PEOs വരുമ്പോൾ എന്താണ്, ആ ഒരു കോഴ്സ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഉള്ള കുറച്ച് വർഷങ്ങൾ, അതായത് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു 5-6 വർഷങ്ങള് എന്തൊക്കെ കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റും, അതുപോലെ തന്നെ എന്തൊക്കെ സ്കില്ലുകളാണ് ഉള്ളത്, ആ ഒരു കുറച്ച് വർഷം എന്തൊക്കെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമുള്ള ഒരു കുറച്ച് വർഷങ്ങളാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. Then sixth one, program specific outcomes, PSOs. Program specific outcomes are what the students should be able to do at the time of graduation with a reference to a specific discipline. Usually there are 2 to 4 PSOs for a program. So program specific outcomes എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സ്റ്റുഡൻസ് ഗ്രാജുവേഷന്റെ സമയത്ത് ഒരു പ്രത്യേക സബ്ജക്റ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് നമുക്ക് ഇപ്പൊ ഒരു സെമസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ആ സെമസ്റ്ററിൽ 4-5 സബ്ജക്റ്റുകളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഓരോ സബ്ജക്റ്റിലും സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട്, ഓരോ പെർട്ടിക്കുലർ സബ്ജക്റ്റുകളും റെഫർ ചെയ്തുകൊണ്ട് ആ ഒരു പ്രത്യേകമായിട്ടുള്ള ഓരോ സബ്ജക്റ്റിലും എന്തൊക്കെ കാര്യങ്ങൾ അവര് അച്ചീവ് ചെയ്തിട്ടുണ്ട്, അവർക്ക് എന്തൊക്കെ ഔട്ട്കംസ് കിട്ടിയിട്ടുണ്ട്. പൊതുവെ എന്താണ് നമ്മൾ പറഞ്ഞല്ലോ, ഓരോ സെമസ്റ്ററിലും 4-5 സബ്ജക്റ്റുകളുണ്ട്. അപ്പോൾ 4-5 പ്രോഗ്രാം സ്പെസിഫിക് ഔട്ട്കം നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോ കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു തിയറിയും പ്രാക്ടിക്കലും ആയിട്ട് നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റ്, ഒരു സെമസ്റ്ററിൽ പഠിക്കുന്ന സബ്ജക്റ്റ് ആണ്. ഇപ്പൊ എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് പോലെ ഉള്ള സബ്ജക്റ്റുകളാണ് കോഴ്സ്. കോഴ്സ് ഔട്ട്കം എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു കോഴ്സ് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ലേണർ എന്തൊക്കെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യും എന്നുള്ളതാണ് കോഴ്സ് ഔട്ട്കം. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ, പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നതാണ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്, അതിലുള്ള കോഴ്സിന്റെ അറേഞ്ച്മെന്റ്സ് എല്ലാം കണക്റ്റഡ് ആണ്. അതുപോലെ കോ കരിക്കുലർ ആക്ടിവിറ്റി, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്ത ഒരു ഡിഗ്രി ചെയ്യുന്ന ആ ഒരു കോഴ്സ് അതിൽ ഇൻഡെപ്ത് ആയിട്ട് സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ച് ആ ഒരു ഡിഗ്രി അച്ചീവ് ചെയ്യുന്നതാണ് എന്ത്, പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ മറൈൻ എഞ്ചിനീയറിംഗ് ഒക്കെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ദെൻ പ്രോഗ്രാം ഔട്ട്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഗ്രാജുവേഷൻ, ആ ഒരു ഗ്രാജുവേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ എന്തൊക്കെ കാര്യങ്ങൾ, കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അതിനു മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ സ്കില്ലുകൾ ഉണ്ട് എന്നുള്ളതാണ്. ദെൻ പ്രോഗ്രാം എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ് വരുമ്പം അവിടെ എന്താണ്, ആ ഒരു കോഴ്സ് എൻഡ് ചെയ്തതിന് ശേഷമുള്ള കുറച്ച് വർഷങ്ങൾ അവർക്ക് എന്തൊക്കെ അച്ചീവ്മെന്റ്സ് ഉണ്ട്, എന്തൊക്കെ സ്കില്ലുകൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ്.
ദെൻ പ്രോഗ്രാം സ്പെസിഫിക് ഔട്ട്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോ ഗ്രാജുവേഷൻ ചെയ്യുമ്പോൾ അതിലുള്ള ഓരോ സബ്ജക്റ്റിലും സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും അതുപോലെ തന്നെ ആ ഒരു സ്പെസിഫിക് ഔട്ട്കം ഓരോ സബ്ജക്റ്റിനും സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു ഔട്ട്കം ആണ് പ്രോഗ്രാം സ്പെസിഫിക് ഔട്ട്കം. പൊതുവെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ 3, 4, 5 ഒക്കെ പ്രോഗ്രാം സ്പെസിഫിക് ഔട്ട്കം നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ പ്രോഗ്രാം സ്പെസിഫിക് ഔട്ട്കവും പ്രോഗ്രാം എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവും പ്രോഗ്രാം ഔട്ട്കവും പ്രോഗ്രാമും കോഴ്സ് ഔട്ട്കം കോഴ്സ് എന്താണെന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. Then, at the heart of outcome-based education are the graduate attributes. The graduate attributes, also referred to as program outcomes, stated in Washington Accord, which are given below. അപ്പോൾ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷന്റെ ഹാർട്ട് പാർട്ട് എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സ് ആണ്. അപ്പോൾ ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് എന്താണ് വാഷിങ്ടൺ അക്കോർഡിലുള്ള, അതായത് വാഷിങ്ടൺ അക്കോർഡ് എഗ്രിമെന്റ് ആണ് ഈ അക്രഡിറ്റേഷൻ റിലേറ്റഡ് ആയിട്ട്. ഈ യൂണിവേഴ്സിറ്റി അതിനെ അക്രഡിറ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ ഒറിജിൻ ഓഫ് OBയിൽ 6 ഫൗണ്ടേഷൻ സിഗ്നേച്ചറി പറഞ്ഞല്ലോ, അവര് എന്ത് ചെയ്യുന്നു, ഈ അക്രഡിറ്റേഷനും അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഗ്രാൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സ് വാഷിങ്ടൺ അക്കോർഡിലുള്ള ഈ ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സിലാണ് ഈ പ്രോഗ്രാം ഔട്ട്കം ഒക്കെ റെഫർ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം ഈ ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് നോളജ് ആണ്. Apply the knowledge of mathematics, science, engineering fundamentals, and an engineering specialization to the solution of complex engineering problems. അപ്പോൾ നമ്മൾ എഞ്ചിനീയറിംഗിൽ ആ ഒരു കോഴ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതായത് മാത്തമാറ്റിക്സ്, സയൻസ്, എഞ്ചിനീയറിംഗിന്റെ ഫണ്ടമെന്റൽസ്, ഇത്തരത്തിലുള്ള ആ ഒരു സ്പെഷ്യലൈസേഷൻ ഒക്കെ തന്നെ നമ്മൾ കോംപ്ലക്സ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു നോളജും സ്കില്ലുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. Then second one, problem analysis. Identify, formulate research literature and analyze complex engineering problems, reaching substantiated conclusions using first principles of mathematics, natural science and engineering science. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് പ്രോബ്ലം ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള അതിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ തിയറി ബേസ്ഡ് ആയിട്ടുള്ള ലിറ്ററേച്ചർ ഒക്കെ റെഫർ ചെയ്യുക, അതിനെ ഐഡന്റിഫൈ ചെയ്യുക, കൃത്യമായിട്ട് അതിനെ ഫോം ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു പ്രോബ്ലത്തിന് എന്ത് ചെയ്യുക, നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തണം, അല്ലെ, ഒരു കൺക്ലൂഷൻ കണ്ടെത്തണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് മാത്തമാറ്റിക്സിലെയും നാച്ചുറൽ സയൻസിലെയും എഞ്ചിനീയറിംഗ് സയൻസിലെയും ഒക്കെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ്, ഇത്തരത്തിലുള്ള കോംപ്ലക്സ് എഞ്ചിനീയറിംഗ് പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രോബ്ലം അനാലിസിസിലൂടെ ഉദ്ദേശിക്കുന്നത്. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് ഡിസൈൻ ഡെവലപ്മെന്റ് ഓഫ് സൊല്യൂഷൻസ്. ഡിസൈൻ സൊല്യൂഷൻസ് ഫോർ കോംപ്ലക്സ് എഞ്ചിനീയറിംഗ് പ്രോബ്ലംസ് and design system components or processes that meet the specified needs with appropriate consideration for the public health and safety and the cultural, societal and environmental considerations. Then നമ്മൾ എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് പ്രോബ്ലത്തിന് കൃത്യമായിട്ടുള്ള സൊല്യൂഷൻസ് ഡിസൈൻ ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്താണ്, നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആ ഒരു പബ്ലിക് ഹെൽത്തും സേഫ്റ്റിയും ഒക്കെ കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ സൊസൈറ്റി, അതുപോലെ നമ്മുടെ എൻവയോൺമെന്റ്, നമ്മുടെ കൾച്ചർ, ഇതിനെയൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ പബ്ലിക്കലി ഇത്തരത്തിലുള്ള സൊല്യൂഷൻ കണ്ടെത്തുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ നമ്മൾ ഡിസൈൻ ചെയ്യുമല്ലോ, ഡെവലപ്പ് ചെയ്തെടുക്കും. അപ്പോ ആ സൊല്യൂഷൻസ് കണ്ടെത്തുമ്പോൾ അത് പബ്ലിക്കിനെ ഒരിക്കലും അഫക്റ്റ് ചെയ്യാൻ പാടില്ല. പബ്ലിക്കിന്റെ ഹെൽത്തിനെയോ സേഫ്റ്റിയെയോ അതുപോലെ സൊസൈറ്റിയോ നമ്മുടെ എൻവയോൺമെന്റിനെയോ കൾച്ചറിനെയോ ഒന്നും ഹേർട്ട് ചെയ്യാത്ത രീതിയിലായിരിക്കണം എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വൺ, ഇൻവെസ്റ്റിഗേഷൻ. Use research-based knowledge and research methods including design of experiments,
analysis and interpretation of data, and synthesis of the information to provide valid conclusions. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഇത്തരത്തില് എന്താണ് നമ്മൾ റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള നോളജുകളൊക്കെ യൂസ് ചെയ്യുക. അപ്പൊ റിസർച്ച് മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പുതിയ എക്സ്പെരിമെന്റുകൾ ഡിസൈൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റാസും ഇൻഫർമേഷനും ഒക്കെ അനലൈസ് ചെയ്യാനും ഇന്റർപ്രറ്റ് ചെയ്യാനും പറ്റും. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു കൺക്ലൂഷനിൽ എത്താനും പ്രോപ്പർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്താനും പറ്റും എന്നുള്ളതാണ്. അപ്പൊ അതിനെ നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് ഒരു റിസർച്ച് പോലെ ഒരു ഗവേഷണം പോലെ എന്ത് ചെയ്യുക, കൃത്യമായിട്ടുള്ള നോളജുകൾ കളക്ട് ചെയ്ത് അതിലൂടെ എന്ത് ചെയ്യണം, അതിനുള്ള സൊല്യൂഷൻസ് കൂടെ കണ്ടെത്തണം. ദെൻ ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് മോഡേൺ ടൂൾ യൂസേജ്. Create, select and apply appropriate techniques, resources and modern engineering and IT tools, including prediction and modeling to complex engineering activity with an understanding of the limitations. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മോഡേൺ ആയിട്ടുള്ള ടൂൾസ് യൂസ് ചെയ്യുക, പുതിയ ടൂൾസ് ക്രിയേറ്റ് ചെയ്യാം, നമുക്ക് സെലക്ട് ചെയ്യാം, നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടെക്നിക്സ് ഒക്കെ അപ്ലൈ ചെയ്യാം, അതുപോലെ റിസോഴ്സസ് കളക്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് IT ടൂൾസ് അതുപോലെ മോഡേൺ എഞ്ചിനീയറിംഗ് ടൂൾസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമ്മൾ പ്രഡിക്ഷൻസ് നടത്തണം. അതുപോലെ ആ ഒരു കോംപ്ലക്സ് എഞ്ചിനീയറിംഗ് ആക്ടിവിറ്റീസ് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും അതിന്റെ ലിമിറ്റേഷൻസ് ഒക്കെ മനസ്സിലാക്കി പറ്റുവാണെങ്കിൽ അതിനുള്ള മോഡലിംഗ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ പ്രഡിക്ഷൻ ഒക്കെ കണ്ടക്ട് ചെയ്ത് ആ ഒരു രീതിയിൽ ടൂൾസ് ഒക്കെ യൂസ് ചെയ്യാനും സെലക്ട് ചെയ്യാനൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്സോ IT ടൂൾസോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ട്രിക്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾക്ക് വേണമെങ്കിൽ അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. Then the engineer and society. Apply reasoning informed by the contextual knowledge to assess societal health, safety, legal and cultural issues and the consequent responsibilities relevant to the professional engineering practice. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു എഞ്ചിനീയറും സൊസൈറ്റിയും തമ്മിൽ നമ്മൾ സൊസൈറ്റിയോട് ഒരുപാട് കടപ്പാടുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ സൊസൈറ്റിയോട് റെസ്പോൺസിബിൾ ആയിരിക്കണം. അപ്പോൾ നമുക്ക് അത് ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റ് അനുസരിച്ചായിരിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സൊസൈറ്റി, അതുപോലെ ഹെൽത്ത്, സേഫ്റ്റി, അതുപോലെ ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങള്, കൾച്ചറൽ ഇഷ്യൂസ്, ഇതൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആ ഒരു എഞ്ചിനീയറിംഗ് പ്രാക്ടീസും പ്രൊഫഷനൊക്കെ ചെയ്യുമ്പം കൃത്യമായിട്ട് റെലവെന്റ് ആയിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് വേണം അതിന്റെ നോളജുകളും നല്ല രീതിയിൽ അതിനെ അസസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ആ ഒരു എഞ്ചിനീയറിംഗ് പ്രാക്ടീസ് നമ്മുടെ സൊസൈറ്റിയിൽ ചെയ്യാനായിട്ട്. ദെൻ സെവൻത്ത് വൺ എന്ന് പറയുന്നത് എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി. Understand the impact of the professional engineering solution in societal and environmental contexts and demonstrate the knowledge of and need for sustainable development. അതുപോലെ തന്നെ എന്താണ്, ഇത്തരത്തിലുള്ള എഞ്ചിനീയറിംഗ് സൊല്യൂഷൻസ് ആ ഒരു പ്രൊഫഷനും ഒക്കെ തന്നെ നമ്മുടെ സൊസൈറ്റിയോ എൻവയോൺമെന്റിനെയോ ഏത് രീതിയിലെങ്കിലും ബാധിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് അതിനെക്കുറിച്ചുള്ള നോളജുകൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സുസ്ഥിര വികസനമാണ് ഡെവലപ്മെന്റ് വിത്തൗട്ട് ഹാമിങ് ദ നാച്ചർ ആണ്. നാച്ചറിനെ ഒരു രീതിയിലും ഹാം ചെയ്യാത്ത രീതിയിലുള്ള ഡെവലപ്മെന്റ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോ ആ ഒരു രീതിയിലുള്ള പ്രൊഫഷണൽ വർക്കുകൾ അതുപോലെ റെസ്പോൺസിബിലിറ്റി ഒക്കെ നല്ല രീതിയിൽ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ എയ്ത്ത് വൺ വരുന്നത് എത്തിക്സ്. Apply ethical principles and commit to professional ethics and responsibilities and norms of the engineering practice. അതുപോലെ തന്നെ നമുക്ക് നമ്മൾ പറയും ഓരോ പ്രൊഫഷനും നമ്മുടേതായിട്ടുള്ള എത്തിക്സ് ഉണ്ടെന്ന് പറയാം അല്ലെ. ഇപ്പൊ മെഡിക്കൽ പ്രൊഫഷൻ ഒക്കെ ആണെങ്കിൽ ഇവർക്ക് ഒരു എത്തിക്സ് ഇല്ലെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പോ അത്തരത്തിൽ എന്താണ്, ആ ഒരു എത്തിക്സ് നല്ല രീതിയിൽ ഫോളോ ചെയ്യുക, അതിനെ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്, റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കൃത്യമായിട്ട് സൊസൈറ്റിയോടും ആ ഒരു ജോലിയോടുമുള്ള റെസ്പോൺസിബിലിറ്റീസ് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ നയൻത്ത് വൺ വരുന്നത് ഇൻഡിവിജ്വൽ ആൻഡ് ടീം വർക്ക്.
function effectively as an individual and as a member or leader in diverse teams and its multidisciplinary setting. അപ്പോൾ ഇൻഡിവിജ്വൽ വർക്കും നമുക്ക് ടീം വർക്കും ഉണ്ട്. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിലാണെങ്കിൽ നമ്മൾ നല്ല എഫക്റ്റീവ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് നമ്മളൊരു ഗ്രൂപ്പിൽ ഒരു മെമ്പറോ ലീഡറോ ഒക്കെ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, അത് നല്ല രീതിയിൽ അത് എഫക്റ്റീവ് ആയിട്ട് ആ ഒരു വർക്ക് റെസ്പോൺസിബിലിറ്റി ഒക്കെ ഏറ്റെടുത്ത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. Then 10th one, communication. Communicate effectively on complex engineering activities with the engineering community and with the society at large, such as being able to comprehend and write effective reports and design documentation, make effective presentation and give and receive clear instruction. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും കോംപ്ലക്സ് എഞ്ചിനീയറിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് കമ്മ്യൂണിറ്റിയിലുള്ള മറ്റുള്ള ആൾക്കാരോടും നമ്മുടെ സൊസൈറ്റിയിലുള്ള ആൾക്കാരോടും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്, ഇപ്പോ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്യുക, ഡോക്യുമെന്റേഷൻ ഡിസൈൻ ചെയ്യുക, അതുപോലെ എഫക്റ്റീവ് ആയിട്ട് അതിനെ പ്രസന്റ് ചെയ്യുക, അതുപോലെ തന്നെ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുകയും പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. ദെൻ 11th വൺ വരുന്നത് പ്രൊജക്ട് മാനേജ്മെന്റ് ആൻഡ് ഫിനാൻസ്. Project management and financially demonstrate knowledge and understanding of the engineering and management principles and apply these to one's own work as a member and leader in a team to manage projects and in multidisciplinary environments. അപ്പോൾ നമ്മൾ ഒരു നോളജ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് എന്താണ് ആ ഒരു എഞ്ചിനീയറിംഗ് അതിന്റെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഒക്കെ കൃത്യമായിട്ട് ആ ഒരു വർക്കിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിരിക്കണം, നല്ല നോളജ് ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മളൊരു എന്താണ് പ്രൊജക്ട് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ മെമ്പർ ആണെങ്കിലും ലീഡർ ആണെങ്കിലും നമ്മൾ ആ ഒരു പ്രൊജക്ടിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്ത് ആ ഒരു മൾട്ടി ഡിസിപ്ലിനറി എൻവയോൺമെന്റിൽ ഡിഫറെന്റ് ആയിട്ട് ആ ഒരു സബ്ജക്റ്റിന്റെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഏരിയാസിൽ നമ്മളെ എൻവയോൺമെന്റിനെയും ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഒരു പ്രൊജക്ട് നമ്മൾ നല്ല രീതിയിൽ മാനേജ് ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ലൈഫ് ലോങ് ലേണിംഗ്. Recognize the need for and have the preparation and ability to engage in independent and lifelong learning in the broadest context of technological change. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ഇൻഡിപെൻഡന്റ് ആയിട്ട് അതുപോലെ ലൈഫ് ലോങ് ലേണിംഗിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതുപോലെ ടെക്നോളജിക്കൽ ചേഞ്ചസ് ഒക്കെ ഉള്ള ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മളുള്ളത്. അപ്പൊ അതിന് കുറച്ചുകൂടെ ബ്രോഡായിട്ട് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ലൈഫ് ലോങ് ലേണിംഗ് കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമ്മൾ ഒബ്ജക്റ്റീവ് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷന്റെ ആ ഒരു അസസ്മെന്റ് എങ്ങനെയാണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. Assessment can provide direct or indirect measures of students' learning. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും എന്ത് ചെയ്യാൻ പറ്റും, അസസ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. Direct measures require students to demonstrate their achievement and often involve quantitative measurement procedures. ഇപ്പൊ ഡയറക്റ്റ് മെഷേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ സ്റ്റുഡൻസിനെ അവരെ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു ആ ഒരു അച്ചീവ്മെന്റിൽ. അതുപോലെ തന്നെ അവരെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള മെഷർമെന്റ് പ്രൊസീജിയേഴ്സ് അവര് കൃത്യമായിട്ട് എന്ത് ചെയ്യാണ്, അതിന്റെ ചിലപ്പോ ഒരു മാർക്കൊക്കെ കൊടുത്ത് ഗ്രേഡൊക്കെ കൊടുത്ത് ആ ഒരു രീതിയിൽ അവരുടെ പെർസെൻറ്റേജ് ഒക്കെ നോക്കിയിട്ട് ആ ഒരു രീതിയിൽ മെഷർ ചെയ്യുന്നതാണ് ഡയറക്റ്റ് മെഷർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ ഇൻഡയറക്റ്റ് മെഷർമെന്റ്, ഇൻഡയറക്റ്റ് അസസ്മെന്റ് ഉണ്ട്. അതെങ്ങനെയാണ്, ഇൻഡയറക്റ്റ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒപ്പീനിയന്റെ ബേസിലാണ് അസസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡയറക്റ്റ് അസസ്മെന്റും ഇൻഡയറക്റ്റ് അസസ്മെന്റും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. Direct evidence of student performance or attainment relies upon direct scrutiny or examination of student performance or attainment for individual students. ഇപ്പൊ ഡയറക്റ്റ് എവിഡൻസിൽ പൊതുവെ എന്താണ്, കുട്ടികളുടെ പെർഫോമൻസ് നോക്കും. അതുപോലെ തന്നെ എന്താണ്, ഡയറക്റ്റ് ആയിട്ട് കുട്ടികളെ എക്സാമിനേഷനിലൂടെയോ മറ്റുള്ള സൂക്ഷ്മ പരിശോധനയിലൂടെയോ ഒക്കെ കുട്ടികളുടെ പെർഫോമൻസ്
എന്ത് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു. അതിലൂടെ എന്ത് ചെയ്യുന്നു, ഓരോ ഇൻഡിവിജ്വൽ സ്റ്റുഡൻസിനെ കുറിച്ചും കൃത്യമായിട്ടുള്ള നോളജുകൾ കിട്ടുന്നു. These methods allow you to collect the evidence of students' learning or achievement directly from students and the various works they submit to you are assignment, exam, term paper, project, laboratory, test, quizzes, etc. അപ്പൊ ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് കുട്ടികളുടെ ആ ലേണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിന് കൃത്യമായിട്ടുള്ള എവിഡൻസ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ എന്താണ്, കുട്ടികൾ നമുക്ക് കുട്ടികൾ നമുക്ക് സബ്മിറ്റ് ചെയ്തിട്ടുള്ള വേരിയസ് വർക്ക്സ് ഉണ്ട് അല്ലെ. അപ്പൊ അതിലൂടെ നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. അതായത് അവർ സബ്മിറ്റ് ചെയ്തിട്ടുള്ള അസസ്മെന്റ്, അവരെഴുതിയിട്ടുള്ള എക്സാം, ടേം പേപ്പേഴ്സ്, അതുപോലെ പ്രൊജക്ട്, ലബോറട്ടറി ടെസ്റ്റ്, ക്യൂസസ്, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എവിഡൻസ് ഒക്കെ വെച്ച് നമുക്ക് കൃത്യമായിട്ട് കുട്ടികളെ അസസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഇൻഡയറക്റ്റ് എവിഡൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഡയറക്റ്റ് എവിഡൻസ് ഓഫ് സ്റ്റുഡൻസ് അച്ചീവ്മെന്റ് റിക്വയർ ദ ഫാക്കൽറ്റി inferring actual student abilities, knowledge, and values rather than observe direct evidence of learning or achievement. Indirect methods provide the perspective of students, faculty, or other people who are concerned with the course or program or institutions such as alumni. അപ്പൊ ഇൻഡയറക്റ്റിലൂടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ കുട്ടികളുടെ ആക്ച്വൽ ആയിട്ടുള്ള എബിലിറ്റീസും നോളജും വാല്യൂസും ഒന്നുമല്ല. അതായത് കുട്ടികളെ ഒബ്സർവ് ചെയ്ത് ആ ഒരു രീതിയിലൊന്നുമല്ല, ഇൻഡയറക്റ്റ് ആയിട്ടാണ്. അതായത് കുട്ടികളെ കുറിച്ച് ഓരോ പേഴ്സ്പെക്റ്റീവ്സ്, അനുമാനങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഊഹിച്ചിട്ട് എടുക്കുകയാണ്. അതുപോലെ തന്നെ എന്താണ്, മറ്റുള്ള ആൾക്കാരോട് ചോദിച്ച്, അതുപോലെ തന്നെ ഈ അലുമിനി അതൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവരോടൊക്കെ ചോദിച്ചുകൊണ്ടും ആ ഒരു കോഴ്സിൽ എങ്ങനെയാണ് എന്നുള്ള മറ്റുള്ളവരുടെ ഒപ്പീനിയൻ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ആ ഒരു രീതിയിലാണ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എവിഡൻസ് ഒക്കെ കളക്ട് ചെയ്യുന്നത്. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള അസസ്മെന്റ് അങ്ങനെയാണ്. ഇനി നമുക്ക് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. The adoption of outcome-based education is perceived as a valuable addition to the educational process, believing that with its clear specific outcome, it encourages participation and collaboration from multiple discipline and interest groups in planning and implementing the curricula, which will foster learning in various areas of medical practice. അപ്പൊ ഈ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ അഡോപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എന്താണ്, എഡ്യൂക്കേഷനിൽ കുറച്ചുകൂടെ വാല്യുബിൾ ആയിട്ട് ഔട്ട്കം ബേസ്ഡ് ആയിട്ട് ആ ഒരു പാർട്ടിസിപ്പേഷൻ എൻകറേജ് ചെയ്തുകൊണ്ടും കൊളാബ് ചെയ്തുകൊണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ, അതിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ അതിനെക്കുറിച്ച് കൃത്യമായി പ്ലാൻ ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്ത് കരിക്കുലം കൃത്യമായിട്ട് ട്രാൻസാക്ട് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി മെഡിക്കൽ പ്രാക്ടീസിലാണ് കൂടുതൽ ട്രാൻസാക്ട് ചെയ്യാൻ പറ്റുക എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. Then educators believe that OBE does not only guarantee the clarity and assures the absence of controversy in curricula planning, but also its relevance to the students' future practice. The clear, significant forward outcomes provided by object-based education form a framework for decision-making and guidelines for assessment and program evaluation. അപ്പൊ എഡ്യൂക്കേറ്റേഴ്സ് ഒക്കെ വിശ്വസിക്കുന്നത് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷനിലൂടെ ആ ഒരു ക്ലാരിറ്റി ഗ്യാരണ്ടി ചെയ്യാൻ മാത്രമല്ല, അത് ഉറപ്പുവരുത്തുക മാത്രമല്ല, നമുക്കൊരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, കോൺട്രവേഴ്സീസ് ഈ കരിക്കുലം പ്ലാനിങ്ങിലും കരിക്കുലം ട്രാൻസാക്ഷനിലും ഒക്കെയുള്ള ആ ഒരു കോൺട്രവേഴ്സി നമുക്ക് കുറക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ്, കുട്ടികളുടെ ഫ്യൂച്ചർ പ്രാക്ടീസിന് ഇതിന് നല്ല റെലവൻസ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് കുട്ടികളുടെ സ്കില്ലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. The clear, straightforward outcome provided by outcome-based education form a framework for decision-making and guidelines for assessment and program evaluation. അപ്പൊ ഇതിലൂടെ ക്ലിയർ ആയിട്ട് എന്താണ്, നമുക്ക് കുട്ടികളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡ് ലൈൻസ്, അതുപോലെ നമുക്ക് കൃത്യമായിട്ട് അസസ് ചെയ്യാനും ആ ഒരു പ്രോഗ്രാമിനെ ഇവാലുവേറ്റ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കുട്ടികൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. Then the educators who support outcome-based education in medical education believe that the presence of specific unambiguous outcomes enables outcome-based education to promote more self-directed learning and allow students to have a
metacognitive understanding of the educational program and their role in that process. It also encourages active decision of those goals and the values they embrace. അപ്പോ ഈ ഒരു ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട്. അപ്പൊ അവര് വിചാരിക്കുന്നത് ഈ മെഡിക്കൽ എഡ്യൂക്കേഷനിൽ എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു ഔട്ട്കം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ആ ഒരു ഔട്ട്കവും സ്കില്ലും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് മെഡിക്കൽ ഫീൽഡിൽ ഡോക്ടേഴ്സിനൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു കൃത്യമായിട്ട് അവരുടെ നോളജ് ഒക്കെ എത്രത്തോളം ഫോം ചെയ്തിട്ടുണ്ട്, ആ ഒരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാം എങ്ങനെയാണ്, ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്, അതിനെക്കുറിച്ച് ഒരു ആക്റ്റീവ് ഡിസ്കഷൻസ് എൻകറേജ് ചെയ്യാനും ഈ ഒരു വാല്യൂസും ഗോൾസും ഒക്കെ കൃത്യമായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനും പറ്റും. അപ്പൊ നമ്മൾ ചില ആൾക്കാരെ വ്യാജ ഡോക്ടർമാരെന്നൊക്കെ പറയും അല്ലേ, അതായത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ പ്രാക്ടീസ് ചെയ്യുക അങ്ങനെയുള്ള. അപ്പോൾ അത്തരത്തിലുള്ള ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ നല്ലതാണ്, എസ്പെഷ്യലി മെഡിക്കൽ ഫീൽഡിലൊക്കെ. കാരണം നല്ലൊരു ഡോക്ടറാണോ, നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ടോ, അതിൻ്റെ ഉള്ള സ്കിൽസ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പോ മെഡിക്കൽ ഫീൽഡിൽ ഇത് നല്ലതാണ്. ഇനി നമുക്ക് ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഇത്രയും സമയം നമ്മൾ ഡിസ്കസ് ചെയ്തത് അതിന്റെ അഡ്വാൻറ്റേജസ് ആണ്. ഇത് നല്ലതാണ്, കാരണം ക്ലിയർ ആയിട്ടുള്ള ഒരു ഔട്ട്കം നമുക്ക് കുട്ടികൾക്ക് ഉണ്ടോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അസസ് ചെയ്യാനൊക്കെ പറ്റും. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് കൃത്യമായിട്ടുള്ള ആ ഒരു ക്ലാരിറ്റി അഷ്വർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു പരിധിവരെയൊക്കെ കോൺട്രവേഴ്സി നമുക്ക് തടഞ്ഞു വെക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ്, കൃത്യമായിട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷനിലൂടെ എന്താണ്, എഡ്യൂക്കേറ്റേഴ്സ് ഒക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇത് നമുക്ക് എന്താണ്, കൃത്യമായിട്ടുള്ള തെളിവായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള നമുക്ക് ആ ഒരു എന്താണ് ഔട്ട്കം കൃത്യമായിട്ട് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനെ തള്ളിപ്പറയുന്ന ആൾക്കാർ എന്തൊക്കെ കാരണങ്ങളാണ് ഇതിൽ കണ്ടിട്ടുള്ളത് നോക്കാം. The shift to outcome-based education has attracted lots of opposition. Opponents believed that education should be an open-ended and should not be constrained by outcomes, and that education should be valued for its own sake, not because it leads to some outcome. They believed that defining education as a set of outcomes decided in advance of teaching and learning conflict with the wonderful, unpredictable voyages of exploration that characterizes learning through discovery and inquiry. അപ്പോൾ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷനിലോട്ട് ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്പോസിഷൻ ആൾക്കാർ ഇതിനെ ഒരുപാട് എതിർത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഒപ്പോണൻസ് ആയിട്ടുള്ള ആൾക്കാർ വിശ്വസിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ എപ്പോഴും ഓപ്പൺ എൻഡഡ് ആണ്, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ഒരു കണ്ടിന്യൂവേഷൻ പോലെയാണ്, അതല്ലാതെ അതിനൊരു എൻഡ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള അതിൻ്റെതായിട്ടുള്ള വാല്യൂസ് ഉണ്ട്. അപ്പോൾ ചില ഔട്ട്കത്തിലോട്ട് മാത്രം ഇതിനെ ലീഡ് ചെയ്യുന്നതിനോട് ഒപ്പോണൻസിന് താല്പര്യമില്ല. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിന് വാല്യൂ ഉണ്ട്, അതിന് അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ട്. അപ്പൊ ഒരു പെർട്ടിക്കുലർ ഔട്ട്കം വെച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്യുന്നതിനോട് ഒപ്പോണൻസിന് താല്പര്യമില്ല. അതുപോലെ തന്നെ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷനെ ഒരു സെറ്റ് ഓഫ് ഔട്ട്കം ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോ നമുക്ക് എന്താണ്, അതുപോലെ തന്നെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്, അതുപോലെ കുട്ടികൾ ആ ഒരു ലേണിംഗിൽ എക്സ്പ്ലോർ ചെയ്യുന്ന കാര്യങ്ങൾ, ഡിസ്കവറി പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നു, എൻക്വയറി പുതിയ കാര്യങ്ങൾ, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്ന ആ ഒരു പ്രോസസ്സ്, എഡ്യൂക്കേഷണൽ പ്രോസസ്സ് ഉണ്ട് അല്ലേ. അപ്പം ആ ഒരു ടീച്ചിങ്ങിനെ മിസ്റ്റേക്കൺ ആയിട്ട് അസ്യൂം ചെയ്തു എന്നുള്ളതാണ്. ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷനിലൂടെ ടീച്ചിങ് പ്രോസസ്സിനെ മിസ്റ്റേക്കൺ ആയിട്ടാണ് അസ്യൂം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് ആ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെ ലിമിറ്റ് ചെയ്തു, അതുപോലെ തന്നെ അതിന് പ്രത്യേകിച്ച് പ്രാധാന്യം ഇല്ലാതാക്കി എന്നുള്ളതാണ് ഓപ്പോണൻസ് പറയുന്ന മറ്റൊരു ക്രിറ്റിസിസം. Moreover, they are arguing and emphasizing on what they believe that the inclusion and emphasis on attitudes and values in stated outcome is inappropriate. അതുപോലെ തന്നെ എന്താണ്, അവരെന്താ വിശ്വസിക്കുന്നത് എന്നുള്ളതിൽ അതിൽ ഫോക്കസ് ചെയ്യുന്നു, അതിനു വേണ്ടിയിട്ട് ആർഗ്യൂ ചെയ്യുന്നു. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു,
ഈ ഒരു ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷനിൽ കൃത്യമായിട്ടുള്ള അതിനുള്ള ആറ്റിറ്റ്യൂഡ്സും വാല്യൂസും ഒക്കെ ഉണ്ട് അല്ലെ. അപ്പോൾ അതൊക്കെ അപ്രോപ്രിയേറ്റ് അല്ല എന്ന് പറയുമ്പോൾ, അതായത് ആ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്, അതുപോലെ തന്നെ ആ ഒരു ആറ്റിറ്റ്യൂഡ്സ്, ലേണിംഗ് മെത്തേഡ്സ്, ലേണിംഗ് സ്റ്റൈല്, അതൊന്നും അപ്രോപ്രിയേറ്റ് അല്ല എന്നുള്ളതാണ് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷനിലൂടെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത്. അപ്പോൾ ആ ഒരു വാല്യൂസും ആറ്റിറ്റ്യൂഡ്സും ആണ് നമുക്ക് വേണ്ടത്. അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള എഡ്യൂക്കേഷൻ ആയിരിക്കണം എന്നുള്ളതാണ്. Then, critics of outcome-based education object to the use of standardized test, thinking that it is unfair to use the same level of work or to use the same achievement test for impoverished or racially disadvantaged students and they do for more advantaged students. They are claimed that the outcome-based education approach does not permit special lower standard for students who have been badly served by public education in the past. അപ്പൊ ഈ ഒരു ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷനിലൂടെ ഔട്ട്കത്തിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ അഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്കും ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ള കുട്ടികൾക്കും സെയിം മെത്തേഡ്സും സെയിം ടെസ്റ്റുകളും സെയിം ലെവൽ ഓഫ് വർക്കൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോ അതൊരു ശരിയല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള കുട്ടികൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടാവാം. അപ്പൊ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷനിലൂടെ ക്ലൈം ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കുട്ടികൾക്ക്, അതുപോലെ ലോവർ സ്റ്റാൻഡേർഡിലുള്ള കുട്ടികൾക്ക്, അതുപോലെ തന്നെ എന്താണ് ഡിസബിലിറ്റി ഉള്ള കുട്ടികള്, പബ്ലിക് എഡ്യൂക്കേഷനിലൂടെ മുമ്പ് കാലത്തൊന്നും ഈ ഗവൺമെന്റ് സ്കൂളുകൾക്കൊന്നും ഇത്രയും ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ ഒരു സമയത്ത് കുട്ടികൾക്ക് അവരുടെ എഡ്യൂക്കേഷൻ പ്രോപ്പർ ആയിട്ട് കിട്ടിയിട്ടില്ല, അവരുടെ ക്വാളിറ്റി ഒക്കെ വളരെ കുറവായിരിക്കും. അപ്പോ അത്തരത്തിലുള്ള കുട്ടികളെ ഒക്കെ തന്നെ ഇത് എഫക്ട് ചെയ്യും എന്നുള്ളതാണ്. ലാസ്റ്റ് ആയിട്ട്, റിഗാർഡിംഗ് ദ ഔട്ട്കംസ്, many opponents dislike them because they think that outcomes standards may be too easy, too hard, or wrongly conceived. In addition, some critics object to additional resources being spent on the struggling students. Furthermore, some teachers find their grading workload significantly increases in OBE curriculum. അപ്പൊ ഈ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷനെ ഓപ്പോണന്റ് ചെയ്തുകൊണ്ട് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ സ്റ്റാൻഡേർഡ് കൃത്യമായിരിക്കില്ല. ചിലപ്പോൾ ഭയങ്കര ഈസി ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ടി ആയിരിക്കും, അല്ലെങ്കിൽ അത് റോങ് ആയിട്ടായിരിക്കും കണ്ടക്ട് ചെയ്യുക, ആ ഒരു രീതിയിലായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുള്ളത്, ക്രിട്ടിക്സ് കാണുന്നത്, അതായത് ഈ സ്ട്രഗ്ലിംഗ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അഡീഷണൽ ആയിട്ടുള്ള റിസോഴ്സുകൾ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അതുപോലെ എന്താണ്, ചില ടീച്ചേഴ്സ് നോക്കി കാണുന്നത് അത് അവർക്ക് ഗ്രേഡിംഗ് വർക്ക് ലോഡ് ഒക്കെ കൂട്ടും എന്നുള്ളതാണ് OBE കരിക്കുലത്തിലൂടെ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇത് അത്ര വലിയൊരു ഇമ്പോർട്ടന്റ് ഉള്ള പാർട്ടല്ല, എങ്കിൽ കൂടി നിങ്ങൾ എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോ ഈ ഔട്ട്കം, അതായത് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാതെ, അതിലുള്ള വാല്യൂസിനൊന്നും പ്രാധാന്യം കൊടുക്കാതെ, ഫൈനലി കുട്ടികൾ എന്ത് അച്ചീവ് ചെയ്തു എന്നുള്ളതിനാണ് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ദെൻ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ലേണിംഗ് സ്റ്റൈല് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ, അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ ഔട്ട്കം ബേസ്ഡ് അസസ്മെന്റ് എങ്ങനെയാണ്, അതുപോലെ തന്നെ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷന്റെ ആ ഒരു ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷന്റെ ഒറിജിനും അതിലുള്ള ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ് എന്തൊക്കെയാണ്, കോഴ്സ് ഔട്ട്കം, പ്രോഗ്രാം ഔട്ട്കം, പ്രോഗ്രാം എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്, പ്രോഗ്രാം സ്പെസിഫിക് ഔട്ട്കം, ഇതൊക്കെ എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ അതിന്റെ ഒറിജിൻ എന്താണെന്ന് കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്താണ് എന്ന് കൃത്യമായിട്ട് അതിന്റെ ഡെഫിനിഷൻ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ്. ഓക്കെ, ബൈ, താങ്ക് യു.